ഞാൻ നിൽക്കുന്നത് ചുരൽമലയിലാണ്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം ഈ രാത്രിയിലും തുടരുകയാണ്. ഏതാണ്ട് 20ഓളം മൃതദേഹങ്ങൾ ഇനി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാനുണ്ട്. അതിൻ്റെ ക്രമീകരണങ്ങൾ, അതിനായി ആംബുലൻസുകൾ നിരയായി നിർത്തിയിട്ടുണ്ട്. ഈ ഏതെങ്കിലും തരത്തിൽ പരിക്കുകളോ മറ്റോ ഉള്ള ആളുകളെ മുഴുവൻ ഇതിനകം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. റോപ്പ് ഉപയോഗിച്ചാണ് മൃതദേഹങ്ങൾ ഒരുമിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അത് ഇപ്പോൾ ഓരോന്നായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയാണ്. രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വലിയ മലവെള്ളപ്പാച്ചിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോൺക്രീറ്റുകളൊന്നും മാറ്റിയുള്ള പരിശോധന ഇനി ഉണ്ടാവില്ല. അതേസമയം ആരെങ്കിലും എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ച വിശദമായ പരിശോധന ഓരോ ഇടത്തും നടത്തിയിട്ടുണ്ട്. അത് പൂർത്തിയായിട്ടുണ്ട്. പല വീടുകളിലും അതോടൊപ്പം തന്നെ അവശേഷിക്കുന്ന ചില കെട്ടിടങ്ങളിലൊക്കെയായി കുറേ പേരുണ്ടായിരുന്നു. അവരെ മുഴുവൻ ആശുപത്രികളിലേക്ക് എത്തിച്ചു. കുറേ പേരെ, അടിയന്തര സഹായം വേണ്ടവരെ നേരത്തെ തന്നെ ഉച്ചയോടെ തന്നെ വടം കെട്ടി അതിലൂടെ സൈന്യം ഇപ്പുറത്തെത്തിച്ചു, ചുരൽമലയിൽ എത്തിച്ചു. ഇവിടെ നിന്ന് ആംബുലൻസ് മാർഗമാണ് കൊണ്ടുപോയിരുന്നത്. വളരെ കൃത്യമായ രക്ഷാ ദൗത്യം ഇപ്പോഴും തുടരുന്നു. ഏതാണ്ട് 11 മണിയായപ്പോഴേക്കും ഈ സ്ഥലങ്ങളിലേക്കുള്ള റോഡ് ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു. പിന്നീട് ഒരു പാലമാണ് ഉണ്ടായിരുന്നത്. ഈ പാലം താൽക്കാലിക പാലം കൂടി ഒരുക്കിയതോടെ വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇതിനകം തന്നെ ഈ കുടുങ്ങിക്കിടക്കുന്നവരുമായി ബന്ധപ്പെട്ട ആ ഭാഗങ്ങളിലെ പരിശോധനകളെല്ലാം തന്നെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ഇനി ഈ പഞ്ചായത്ത് അംഗങ്ങളുടെയും ഒക്കെ കണക്കുകൾ പരിശോധിച്ച് ആരെയൊക്കെ കാണാതായിട്ടുണ്ട് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള വിശദമായ പരിശോധനകളിലേക്ക് നാളെ രാവിലെ മുതലായിരിക്കും കടക്കുക. ഷമി. സ്വാലിഹ്, നമുക്ക് അറിയേണ്ടത് അവിടെ മുണ്ടക്കയിൽ 2 സ്ഥലങ്ങളിലായി ഉണ്ടായിരുന്ന ഏതാണ്ട് 460ഓളം ആൾക്കാരെ, കുടുങ്ങി കിടന്നിരുന്ന 460ഓളം പേരെ നമുക്ക് ഈ പാലത്തിലൂടെ, താൽക്കാലിക പാലത്തിലൂടെ ഇക്കരെ എത്തിക്കാൻ കഴിഞ്ഞു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും മുഴുവൻ പേരെയും, കുടുങ്ങിക്കിടന്ന മുഴുവൻ പേരെയും ഇക്കരെ എത്തിച്ചു. മാത്രമല്ല അവർക്ക് അടിയന്തര ചികിത്സ നൽകുകയും ചെയ്തു. അവരുടെ ആരോഗ്യം പരിശോധിച്ചു. അവരെ അഡ്മിറ്റ് ചെയ്യേണ്ടവരെ ആശുപത്രികളിലേക്ക്, മറ്റുള്ളവരെ വിദഗ്ധ ചികിത്സ വേണ്ടവരെ കോഴിക്കോട്ടേക്കുമൊക്കെ മാറ്റാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും മുഴുവൻ പേരെയും ഇതിനകം തന്നെ പുറത്ത് എത്തിച്ചിരുന്നു. അതേസമയം തന്നെ ഈ പരിശോധനകൾക്കിടയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ഏതാണ്ട് 20 എണ്ണം ഉണ്ടായിരുന്നു. അത് അവിടെ തന്നെ വെച്ചതായിരുന്നു. അത് പിന്നീട് അതിന് പിന്നാലെ ഇപ്പോഴാണ് അത് ഓരോന്നായി പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അത് ആശുപത്രികളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തകർ. വിവിധ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരെല്ലാം തന്നെ വേണ്ട സഹായങ്ങളുമായി ഇവിടെയുണ്ട്. ഈ ഒരു പ്രവർത്തനം രാത്രിയും ഇത് തുടരും എന്ന് അറിയിച്ചിട്ടുണ്ട്. താൽക്കാലിക ലൈറ്റെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതൽ പരിശോധനകൾ, ഈ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് മണ്ണ് മാറ്റിയുള്ള പരിശോധനകളോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിശോധനകൾ ഇന്നുണ്ടാവില്ല. അത് നാളെയാണ് ഉണ്ടാവുക.